നാം ഇൻ്റർനെറ്റിൽ ഇടപെടുമ്പോൾ ഡാറ്റകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ലോകത്തെമ്പാടുമായി കോടിക്കണക്കിനായ ഡാറ്റകളാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. അത് സാങ്കേതികമായി പറയുമ്പോൾ നമുക്കൊരു പിടി കിട്ടത്തില്ല. അതായത് 1 21 0 ഇട്ടാൽ കിട്ടുന്ന സംഖ്യ അത്രയും ജിഗാബൈറ്റ്സ്, അതായത് സെക്ടേലിയൻ ജിഗാബൈറ്റ്സ് എന്ന് പറയും. അതാണ് ഒരു ദിവസം മാത്രം നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ. അപ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എത്രയോ കോടി എന്ന് തന്നെ പറയാം നമ്മുടെ ഭാഷയിൽ. അപ്പോൾ ഇത് എവിടെയാണ് സംരക്ഷിക്കുന്നത്? നമ്മുടെ കൊച്ചു സംവിധാനം നമ്മുടെ മൊബൈലിലോ ഒന്നും ഇത് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ സംരക്ഷിച്ചിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും, അതായത് 90% കടലിനകത്താണ്. അവിടെ പ്രത്യേകം ഡാറ്റാ സെൻറ്ററുകളുണ്ട്. അവിടെ ഒരു പ്രത്യേകമായ സാങ്കേതികവിദ്യ, അതായത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകൾ എന്ന് പറയും, ആ സാങ്കേതികവിദ്യയിലാണ് ഈ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യുന്നത്. അത് കേബിൾ ഇട്ടിട്ടുണ്ട്. ആ കേബിൾ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. പ്രകാശവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബട്ടൺ അമർത്തപ്പോൾ തന്നെ ഈ ഡാറ്റ വരുന്നത്. ഇത് വൻകിട കമ്പനികളുടെ കയ്യിലാണ് ഈ ഡാറ്റാ സെൻ്ററുകളെല്ലാം. അവരാണ് സ്ഥാപിച്ചത്. ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഇവരൊക്കെയാണ് അത് നിയന്ത്രിക്കുന്നത്. ഏതാണ്ട് 8 ലക്ഷം കിലോമീറ്റർ വരും ഈ കേബിളുകൾ മാത്രം. ഒരു 500ഓളം കേബിളുകൾ വിവിധ കമ്പനികൾ ഇട്ടത്. അതെല്ലാം കൂടെ 8 ലക്ഷം വരും നമ്മൾ അതിൻ്റെ കിലോമീറ്റർ കണക്കാക്കുമ്പോൾ. അത്രയും വലിയ സംവിധാനത്തിലാണ് ഈ ഡാറ്റകൾ സംരക്ഷിച്ചിരിക്കുന്നതും അത് നമുക്ക് കിട്ടുന്നതും.